അറിയാതെ കെണിയിൽ വീഴ്ത്തിയ കൊച്ചിയിലെ തട്ടിപ്പ് സംഘം വ്യാജരേഖകൾ സമർപ്പിച്ച ചില ബാങ്കുകളെയും കബളിപ്പിച്ചു. ചെന്നൈ ആസ്ഥാനമായ ചോളമണ്ഡലം ഫിനാൻസിൽ നിന്ന് വ്യാജ പ്രമാണം സമർപ്പിച്ച ജെന്നി വർഗീസ് 5 കോടി രൂപയാണ് കൈക്കലാക്കിയത്. സമാനമായ തട്ടിപ്പ് മറ്റിടങ്ങളിലും നടന്നതായി സൂചനയുണ്ടെങ്കിലും പല ബാങ്കുകളും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ചോളമണ്ഡലം ഫിനാൻസിന്റെ ലീഗൽ ആൻഡ് റിക്കവറി മാനേജർ കല്യാണ സുന്ദരത്തിന്റെ പരാതിയിൽ പാലാരിവട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജെന്നി വർഗീസ് ഭാര്യ ജീബ ജെന്നി, സഹോദരൻ ജിനു വർഗീസ്, സഹോദരന്റെ ഭാര്യ മെറീന തുടങ്ങിയവരാണ് പ്രതികൾ. എഫ്ഐആറിന്റെ ഉള്ളടക്കമായി പറയുന്നത് ഇങ്ങനെ: പ്രതികളുടെ സ്ഥാപനമായ കാഞ്ഞിരവേലയിൽ ട്രേഡേഴ്സ് എന്ന കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിനായി 544/12-3, 544/11A2 എന്നീ സർവേ നമ്പറുകളിലുള്ള വസ്തുവിന്റെ കൃത്രിമമായ ആധാരങ്ങൾ ഉണ്ടാക്കി അസൽ എന്ന രീതിയിൽ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഓഫീസിൽ സമർപ്പിച്ച് 5,12,00,000 രൂപ കൈപ്പറ്റി വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത് പ്രതികൾ കുറ്റകൃത്യത്തിന് പരസ്പര സഹായികളായി പ്രവർത്തിച്ചു. അതായത് ജെന്നി വർഗീസിന്റെ ഭാര്യ ജീവയുടെയും സഹോദരൻ ജിനുവിന്റെയും പേരിൽ എറണാകുളം ജില്ലയിലുള്ള 2 വസ്തുക്കളുടെ പ്രമാണങ്ങളിൽ ഒന്ന് കൊച്ചിയിലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലും മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിലും പണയപ്പെടുത്തി കോടികൾ വായ്പയെടുത്ത ശേഷം ഇതേ വസ്തുക്കളുടെ തന്നെ വ്യാജ പ്രമാണം പണയപ്പെടുത്തിയാണ് ചോളമണ്ഡലം ഫിനാൻസിൽ നിന്ന് 6 കോടി രൂപ എടുത്തതെന്നാണ് പരാതി. ബാങ്കിംഗ് മേഖലയിലെ ഒരു വിഭാഗത്തെ മാത്രം പാട്ടിലാക്കിയല്ല തട്ടിപ്പ് സംഘം വ്യാജരേഖകൾ ചമച്ചതും വൻ വായ്പകൾ എടുത്തതും. വില്ലേജ് ഓഫീസ് മുതൽ സബ് രജിസ്ട്രാർ ഓഫീസ് വരെയുള്ള ശൃംഖലയുടെ സഹായം സംശയിക്കാവുന്ന ശക്തമായ തെളിവുകളാണ് ഉയർന്നു വരുന്നത്. പോലീസിന് മുന്നിൽ പരാതിയുമായി എത്തിയ ബാങ്ക് സംശയിക്കുന്നത് ഇങ്ങനെ: വസ്തുവിന്റെ രജിസ്ട്രേഷന് വേണ്ടി ആധാരം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തുടങ്ങുന്നു വ്യാജരേഖ തയ്യാറാക്കുന്ന നീക്കങ്ങൾ. ആധാരം തയ്യാറാക്കുന്ന ആളെ സ്വാധീനിച്ചാൽ ആധാരത്തിന്റെ 2ഓ അതിലധികമോ പ്രിന്റ് എടുക്കുന്നു. ഇതിൽ ഒരു പകർപ്പ് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കി സാധാരണ നിലയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നു. മറ്റു പകർപ്പുകളാണ് വ്യാജ പ്രമാണ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കൂടുതലായി എടുത്ത പ്രിന്റുകളിൽ സബ് രജിസ്ട്രാറുടെ ഒപ്പും സീലും വ്യാജമായി പതിപ്പിക്കും. സാക്ഷികളുടെ ഒപ്പുൾപ്പെടെ വ്യാജമായി ചേർക്കും. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന ഒറിജിനൽ രേഖയുടെ നമ്പർ തന്നെ പകർപ്പുകളിലും രേഖപ്പെടുത്തും. തുടർന്നാണ് ഒരേ വസ്തുവിന്റെ ഒന്നിലധികം പ്രമാണങ്ങളുമായി വിവിധ ബാങ്കുകളെ സമീപിക്കുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്താലും ബാങ്കുകൾക്ക് ഈ ക്രമക്കേട് കണ്ടെത്താൻ 2 സംവിധാനങ്ങൾ രാജ്യത്തുണ്ട്. വസ്തുവിന്റെ ഒറിജിനൽ ആധാരം ബാങ്കിൽ ഈടായി വെക്കുന്നതിനെ നിയമപരമായി രേഖപ്പെടുത്തുന്ന എംഒഡിറ്റി രജിസ്ട്രേഷനാണ് ഒന്ന്. സബ് രജിസ്ട്രാർ ഓഫീസിൽ പൂർത്തിയാക്കേണ്ട നടപടിയാണിത്. പക്ഷേ വായ്പാ തുകയ്ക്ക് ആനുപാതികമായി രജിസ്ട്രേഷൻ തുകയും ഉയരുമെന്നതിനാൽ കേരളത്തിൽ പലരും ഇതിന് തയ്യാറാകാറില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ സർസായി സൈറ്റിലെ പരിശോധനയാണ് രണ്ടാമത്തേത്. ഒരാൾ ഒരേ വസ്തു പല ബാങ്കുകളിൽ പണയം വയ്ക്കുന്നത് തടയുകയാണ് ഈ സൈറ്റിന്റെ ലക്ഷ്യം. എന്നാൽ ആദ്യ 2 ബാങ്കുകൾ ഈ നടപടികൾ പൂർത്തീകരിക്കാതിരിക്കുകയോ നടപടികൾ വൈകിക്കുകയോ ചെയ്തത് പ്രതികൾ അവസരമാക്കി മാറ്റിയിട്ടുണ്ടാകാമെന്നാണ് ചോള ഫിനാൻസിന്റെ സംശയം. ഏതായാലും ബാങ്കുകളുടെ ആഭ്യന്തര സംവിധാനത്തിലെ പിഴവുകൾ ഉൾപ്പെടെ മുതലെടുത്തും സഹായം ഉറപ്പാക്കിയുമായിരുന്നു കേരളം കണ്ട വൻ തട്ടിപ്പുകളിൽ ഒന്നിന് കളമൊരുക്കിയതെന്ന് വ്യക്തം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഏറെ ചർച്ച നടന്നിട്ടുള്ള കേരളത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സ്വകാര്യ മേഖലാ ബാങ്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സൂക്ഷ്മമായ വിശകലനം ആവശ്യമാണ്. ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്ന പൊതുജനത്തിന്റെ പണം തന്നെ ആയതിനാൽ ആ പൊതുപ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ള തിരുത്തലുകളാണ് ആവശ്യം. കൊച്ചിയിൽ നിന്ന് രാകേഷ് തിരുമലയ്ക്കൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. 5 പതിറ്റാണ്ട്